എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് +1 എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ. അതിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റകൾ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. എന്തിനാണ് ഡാറ്റകൾ ഓർഗനൈസ് ചെയ്യുന്നത്? കളക്ട് ചെയ്യുക ഡാറ്റ. അതായത് രണ്ടാമത്തെ ചാപ്റ്ററിൽ, സ്റ്റാറ്റിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഡാറ്റ കളക്ഷനാണ്. ഡാറ്റ കളക്ട് ചെയ്യുന്ന വിവിധ മെത്തേഡുകളെക്കുറിച്ചും അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെയാണ് ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഇനി അങ്ങനെ കളക്ട് ചെയ്ത ഡാറ്റകളെ ഓർഗനൈസ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, വർഗീകരിക്കുക. അത് എന്തിൻ്റെയൊക്കെ ബേസിലാണ്? അപ്പോൾ അവിടെ ക്രോണോളജിക്കൽ, അതുപോലെ ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ടെമ്പോറൽ, അങ്ങനെ ജിയോഗ്രഫിക്കൽ, അങ്ങനെയൊക്കെ പറയുന്ന പല രീതിയിൽ അതിനെ ഓർഗനൈസ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക. അതിനൊക്കെ കുറിച്ചാണ് നമ്മൾക്കിവിടെ ഈ ചാപ്റ്ററിൽ പരിശോധിക്കേണ്ടത്. ഈ ചാപ്റ്ററിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവിടെ ഡാറ്റ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ടെക്നിക്സുകൾ, അതിൽ നമുക്ക് സിലബസിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഓരോന്നും നമുക്ക് സ്ലൈഡുകളിലൂടെ തന്നെ കണ്ട് നമുക്ക് കൃത്യമാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ കൂടിയാണ്. തുടർന്ന് വരുന്ന പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലേക്കും പിന്നീട് അതിനുശേഷം വരുന്ന പ്രോബ്ലം ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്ററുകളിലേക്കും ഒരു ബേസ് ഇടുന്നത് ഈ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നിടത്ത്. അവിടെ ക്ലാസ്സുകളും ക്ലാസ് ഇൻ്റർവെല്ലുകളും അൺഈക്വൽ ക്ലാസ്സുകളെക്കുറിച്ചും ഓപ്പൺ ക്ലാസ്സും അങ്ങനെ പറയുന്നതിനൊക്കെ കുറിച്ച് പറയുകയാണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ചൊക്കെ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അത് ഓരോന്നും നമ്മൾക്ക് സ്ലൈഡുകളിലൂടെ കണ്ട് മനസ്സിലാക്കി നോട്ടിലേക്കൊക്കെ അത് പകർത്തി വെച്ച് മുന്നോട്ട് പഠനം കൊണ്ടുപോകാം. ഇവിടെ ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ഓർഗനൈസേഷൻ ഓർ ക്ലാസിഫിക്കേഷൻ? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഡാറ്റ ഇൻ എ ഗ്രൂപ്പ്. നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റകൾ റോ ഡാറ്റയാണ്, ഒറിജിനൽ ഡാറ്റയാണ്. അത് പ്രത്യേകമായിട്ട് അത് അറേഞ്ച്ഡ് അല്ല, അത് സ്കാറ്റേർഡ് ആണ്. അതിന് പ്രത്യേകമായി അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അതിനെ ഗ്രൂപ്പുകളാക്കുന്ന പ്രക്രിയയാണ് ഓർഗനൈസേഷൻ ഓർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? അത് ഒന്ന് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ആ ഡാറ്റയെ കുറിച്ച് മനസ്സിലാക്കാം. അത് സ്കാറ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിവരങ്ങൾ കിട്ടുക എന്ന് പറയുന്ന പ്രയാസമാണ്. അത് അറേഞ്ച്ഡ് ആവുമ്പോൾ അത്രയും സൗകര്യങ്ങളായിരിക്കും. ദെൻ നെക്സ്റ്റ് കമ്പാരിസൺ. ഒരു കാര്യം മറ്റൊരു കാര്യവുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഈ അറേഞ്ച്ഡ് ഡാറ്റയാണ് പ്രധാനമായിട്ടും സാധിക്കുകയുള്ളൂ. മറ്റൊരെണ്ണം എലിമിനേറ്റിംഗ് അൺനെസസറി ഡീറ്റെയിൽസ്. നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയിൽ അൺനെസസറി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവാം. അതൊക്കെ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ക്ലാസിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. വേറൊരെണ്ണം ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ. ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കണമെങ്കിൽ നമ്മൾ എടുത്ത ഡാറ്റ കൃത്യമായിട്ട് അറേഞ്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കും. സ്കാറ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രയാസകരമാണ്. മറ്റൊരെണ്ണം പറയുന്നത് ഈ അറേഞ്ച് ചെയ്ത ഡാറ്റകൾ എന്ന് പറയുന്നത് എനേബിൾ ഫോർ ഫർദർ സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ്. അതായത് സ്കാറ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വലിയ പ്രയാസമായിരിക്കും. അറേഞ്ച്ഡ് ആവുമ്പോൾ അത്രയും സൗകര്യങ്ങളുണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. ഇനി അതിൽ മുന്നോട്ട് പോകുമ്പോൾ ടൈപ്സ് ഓഫ് ഡാറ്റ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ഭാഗം കാണാം. പ്രധാനമായിട്ടും ഡാറ്റകളെ ക്ലാസിഫൈ ചെയ്യുന്നത് 4 ഹെഡിൻ്റെ കീഴിലാണ്. ഒന്ന് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, മറ്റൊന്ന് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, വേറൊരെണ്ണം ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, മറ്റൊരെണ്ണം ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻസ് ആണ്. അപ്പോൾ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫൈങ് ഡാറ്റ ഓൺ ദ ബേസിസ് ഓഫ് ജിയോഗ്രഫിക്കൽ ഏരിയ. ഡാറ്റ റിലേറ്റ് ചെയ്യുന്ന ജിയോഗ്രഫിക്കൽ ഏരിയകൾക്കനുസരിച്ച് ഡാറ്റയെ വർഗീകരിക്കുന്നതാണ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് റിലേറ്റഡ് വിത്ത് ടൈം റിലേറ്റ് ചെയ്തുകൊണ്ട് ഡാറ്റയെ അതിനെ ഓർഡർ ചെയ്യുക. ഏറ്റവും മുന്നേ നടന്നത് പിന്നീട് ആ രീതിയിലൂടെ അതിനെ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ക്രോണോളജിക്കൽ എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് ചില ഡാറ്റകൾ ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. ഇപ്പോൾ കളർ, സെക്സ്, റിലീജിയൻ അങ്ങനെ പറയുന്നതൊക്കെ ക്വാളിറ്റേറ്റീവ് ആണ്. ആ രീതിയിൽ അത്തരം ഡാറ്റകളെ വർഗീകരിക്കുന്നതാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് ക്വാണ്ടിഫൈ ചെയ്ത ഡാറ്റകൾ, നമ്പർ, ഹൈറ്റ്, വെയിറ്റ്, മാർക്സ് അങ്ങനെ പറയുന്നതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്നും കൂടി പറയുന്നത്. പിന്നീട് ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു പോകുന്നത് വേരിയബിളുകളെ കുറിച്ചാണ്. വേരിയബിൾ എന്ന് പറയുന്നത് വാരിയിങ് എബിലിറ്റിയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാല്യൂസിനെയാണ് വേരിയബിൾ എന്ന് പറയുക. അപ്പോൾ ആ വേരിയബിളുകൾ എന്ന് പറയുന്നിടത്ത് കണ്ടിന്യൂസ് വേരിയബിളിനെ കുറിച്ചും ഡിസ്ക്രീറ്റ് വേരിയബിളിനെ കുറിച്ചും പറയുന്നുണ്ട്. കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത് തുടർച്ചയുള്ളതാണ്. ടേക്കിംഗ് എനി ന്യൂമറിക്കൽ വാല്യൂ, ഏത് വാല്യൂ വേണമെങ്കിലും അതിൽ വരാം. എന്നാൽ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് വിച്ച് ക്യാൻ ടേക്ക് എ സർട്ടൈൻ വാല്യൂസ്, അതിനൊരു തുടർച്ച ഉണ്ടാവില്ല. ആ ചാപ്റ്ററിൽ പിന്നീട് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്.
സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് എന്ന് പറയുന്നത് സക്സസീവ് അറേഞ്ച്മെന്റ് ഓഫ് ദ ക്ലാസിഫൈഡ് ഡാറ്റ ഓൺ സർട്ടൻ ലോജിക്കൽ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റകളെ ലോജിക്കൽ ബേസിസിൽ അത് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് എന്ന് പറയുന്നിടത്ത് ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും പരിചയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത് സിമ്പിൾ അറേയാണ്, ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി അറേയാണ്, കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് മാനുവൽ. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത് ആ സീരീസിൽ ഒരു വാല്യൂ ഒരു പ്രാവശ്യമേ കാണപ്പെടുകയുള്ളൂ. എന്നാൽ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നിടത്ത് ഒരേ കാര്യം തന്നെ ഒരുപാട് ആവർത്തി വരുമ്പോൾ അത്തരം അത് ഡിസ്ക്രീറ്റ് സീരീസിലേക്കാണ് പോകുന്നത്. കണ്ടിന്യൂസ് സീരീസിലാണെന്നുണ്ടെങ്കിൽ ഒരു റേഞ്ചാണ് അവിടെ കാണിക്കപ്പെടുന്നത്. അതോടൊപ്പം ആ ചാപ്റ്ററിൽ അറേ എന്ന് പറയുന്നതും ഫ്രീക്വൻസി അറേ എന്ന് പറയുന്നതും പലപ്പോഴും എക്സാമിലൊക്കെ കാണാറുണ്ട്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ അറേ എന്ന് പറയുന്നത് അറേഞ്ചിങ് റോ ഡാറ്റ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ആണ്. അപ്പോൾ ഫ്രീക്വൻസി അറേ എന്ന് പറയുന്നത് ഒരേ വാല്യൂ തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ചു വരുമ്പോൾ അതൊരു സീരീസ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്, അതാണ് ഫ്രീക്വൻസി അറേ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, കുറേ ഡാറ്റകൾ തന്നിട്ട് അതിനെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കൺസ്ട്രക്ഷൻസ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി അറിയേണ്ടതുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷൻസ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ 6 കാര്യം മുൻകൂട്ടി അസൈൻ ചെയ്യേണ്ടത്. ഒന്നാമത് സെലക്ഷൻ ഓഫ് ക്ലാസ്. രണ്ട് ക്ലാസ് ലിമിറ്റ്, 3 ക്ലാസ് ഇന്റർവെൽ, 4 ക്ലാസ് മിഡ് പോയിന്റ്, 5 മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്ലാസ്, 6 ക്ലാസ് ഫ്രീക്വൻസി. ഇത്രയും കാര്യങ്ങൾ ഒരു ഒബ്സർവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രീ അസൈൻ ചെയ്തിട്ട് വേണം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങേണ്ടത്. അപ്പോൾ അവിടെ എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ an orderly arrangement of data classified according to the magnitude of observations. ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഡാറ്റകളെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ ചെയ്തു നോക്കാം. പലപ്പോഴും എക്സാമിന് ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. വളരെ എളുപ്പത്തിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും, ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ 28, 17, 15, 22, 30 ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഡാറ്റകൾ തന്നിട്ട് അതിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോളത്തിൽ ക്ലാസ് എന്നുള്ളതും, സെക്കൻഡ് കോളത്തിൽ ടാലി മാർക്സ് എന്നുള്ളതിനും, തേർഡ് കോളത്തിൽ ഫ്രീക്വൻസി എന്നുള്ളതും ഇതുപോലെ വരച്ചു വെക്കുന്നു. എന്നിട്ട് ഈ ഡാറ്റ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1ഉം ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 37ഉമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ക്ലാസ് ആയിട്ട് നമുക്ക് 0 to 5, 5 to 10, 10 to 15, 15 to 20, then 35 to 40 എന്നുള്ളത് കൊടുക്കാം. ഇനി ടാലി മാർക്ക് ചെയ്യണം. 0ക്കും 5ഉം ഇതൊരു എക്സ്ക്ലൂസീവ് ക്ലാസ് ആണ്. ഈ ക്ലാസ് എക്സ്ക്ലൂസീവ് ക്ലാസ് ആയതുകൊണ്ട് 0 to 5 എന്ന് പറയുന്ന ക്ലാസ്സിൽ ഉൾപ്പെടുന്ന വാല്യൂസ് ഏതാണെന്ന് നോക്കാം. 2 ഉണ്ട്, 1, മറ്റൊരെണ്ണം 4 ഉണ്ട്, മറ്റൊരെണ്ണം 1, വേറെ 3 ഉണ്ട്, പിന്നെ വരുന്നത് 5 അതിൽ ഉൾപ്പെടില്ല, കാരണം 5 എന്ന് പറയുന്നത് മറ്റൊരു ക്ലാസ്സിലാണ്. ഇത് എക്സ്ക്ലൂസീവ് ക്ലാസ് ആയതുകൊണ്ട് 5 to 10ലാണത് ഉൾപ്പെടുന്നത്. അപ്പോൾ 4 എണ്ണം, അപ്പോൾ 4. അടുത്ത 5 to 10 നോക്കുമ്പോൾ അടുത്തത് 15 to 20,
15, 18, 16, അവിടെയും 3 വരുന്നത്. ഇങ്ങനെ നമുക്ക് ക്ലാസ്സും ടാലി മാർക്കും ഫ്രീക്വൻസിയും അടിസ്ഥാനത്തിൽ ഓരോ ക്ലാസ്സുകളിലേക്കും അതിലേക്ക് വരുന്നത് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ടോട്ടൽ ചെയ്ത 4, 8, 28 ടോട്ടൽ 28 എന്ന് പറയുന്നത് ഫ്രീക്വൻസി ടോട്ടൽ 28 എന്നുള്ളത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ 28 ഒബ്സർവേഷൻസ് ആണ് തന്നിട്ടുള്ളത്. അത് ടോട്ടൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കഴിയുമ്പോൾ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പൂർത്തിയാവും. ഇനി ആ ചാപ്റ്റർ പരിശോധിക്കുമ്പോൾ ക്ലാസ് ഇന്റർവെല്ലിന്റെ ബേസിൽ ഡാറ്റകളെ ക്ലാസിഫൈ ചെയ്യുന്നതിൽ എക്സ്ക്ലൂസീവ് ഇൻക്ലൂസീവ് മെത്തേഡുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് തൊട്ടടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്ന മെത്തേഡാണ്. ഉദാഹരണത്തിന് 0 to 10, 10 to 20, 20 to 30 ഇതൊരു എക്സ്ക്ലൂസീവ് ക്ലാസ് ആണ്. ഇപ്പോൾ 0 to 10 എന്ന് പറയുന്നിടത്ത് 10 വരെയുള്ള വാല്യൂകളാണ് ആ ക്ലാസ്സിൽ ഉൾപ്പെടുള്ളൂ. 10 ഉൾപ്പെടില്ല. 10 തൊട്ടടുത്ത ക്ലാസ്സിലേക്കാണ് പോകുന്നത് 10 to 20 എന്ന് പറയുന്നതിൽ. എന്നാൽ ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറയുമ്പോൾ അതിന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആ ക്ലാസ്സിൽ തന്നെയാണ് പെടുക. ഉദാഹരണത്തിന് 0 to 9, 10 to 19, 20 to 29 എന്ന് പറയുമ്പോൾ 0 to 9 എന്ന് പറയുന്ന ക്ലാസ്സിൽ 9ഉം ഉൾപ്പെടും. ദെൻ അടുത്ത ക്ലാസ്സിലേക്കാണ് 10 to 19. അപ്പം 19 അപ്പർ ലിമിറ്റും അതിൽ ഉൾപ്പെടും. ഇതാണ് ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞത്. ഈ 2 ക്ലാസ്സുകൾ ക്ലാസ് ഇന്റർവെല്ലിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തതായിട്ട് ആ ചാപ്റ്ററിൽ കാണാം. അതുപോലെ ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കുന്ന ഒരു മെത്തേഡിനെ കുറിച്ചും പരിചയപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് ഇൻക്ലൂസീവ് ക്ലാസ് എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റുക? ഹൗ ടു കൺവേർട്ട് ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ ടു എക്സ്ക്ലൂസീവ് ക്ലാസ്. അത് 2-3 സ്റ്റെപ്പുകൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കാൻ സാധിക്കും. ഒന്നാമത്, ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നുള്ളത് ആദ്യം കണ്ടെത്തണം. രണ്ടാമത്, ആ കണ്ടെത്തിയ വാല്യൂവിന്റെ ഹാഫ് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അവിടെ ഹാഫായിട്ട് കിട്ടുന്ന ആ വാല്യൂ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇൻക്ലൂസീവ് ക്ലാസ് ആണ് 0 to 9, 10 to 19 എന്ന് പറയുന്നത്. അപ്പോൾ 0 to 9 അതിൽ ആ ക്ലാസ്സിലെ അപ്പർ ലിമിറ്റ് 9 ആണ്. അടുത്ത ക്ലാസ് ലോവർ ലിമിറ്റ് 10 to 19 അതിൽ 10 ആണ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 10 - 9 എന്ന് പറയുന്നത് 1 ആണ് ഡിഫറൻസ് കിട്ടുന്നത്. 1ന്റെ ഹാഫ് എന്ന് പറയുന്നത് 0.5 ആണ്. ഇനി ചെയ്യേണ്ടത് 0 എന്ന് പറയുന്ന ലോവർ ക്ലാസ്സിൽ നിന്ന് 0.5 സബ്സ്ട്രാക്ട് ചെയ്യുകയും 9 എന്ന് പറയുന്ന ആ ക്ലാസിന്റെ അപ്പർ ലിമിറ്റിൽ 0.5 ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ 0.5 to 9.5. ഇതുപോലെ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ 10 എന്ന് പറയുന്നതിൽ നിന്ന് 0.5 സബ്സ്ട്രാക്ട് ചെയ്യുന്നു. 19 എന്ന് പറയുന്നതിലേക്ക് 0.5 ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ 9.5 to 19.5. ദെൻ ഇതുപോലെ തുടർന്ന് പോകുമ്പോൾ അത് എക്സ്ക്ലൂസീവ് ക്ലാസ് ആയി മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നീട് ക്യുമുലേറ്റീവ് സീരീസിനെ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്യുമുലേറ്റീവ് സീരീസ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസീസ് ആർ പ്രോഗ്രസീവ്ലി അലോട്ടഡ്. ഇറ്റ് മേ ബി അപ്വേർഡ് ഓർ ഡൗൺവേർഡ്. ക്യുമുലേറ്റീവ് സീരീസുമായി ബന്ധപ്പെട്ട സ്ലൈഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വ്യക്തമാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്ക്ലൂസീവ് ക്ലാസ്സുകളും ഇൻക്ലൂസീവ് ക്ലാസ്സുകളെയും കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അത് ക്ലോസ്ഡ് ക്ലാസ്സുകളെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഓപ്പൺ എൻഡഡ് ക്ലാസ്സുകളും വരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബിലോ 10, 10 to 20, 20 to 30, 30 to 40, 40 and above എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു ഓപ്പൺ എൻഡഡ് ക്ലാസ്സുകളാണ്. ബിലോ 10 10 മാർക്കിന് താഴെയുള്ള കുട്ടികളും അല്ലെങ്കിൽ 40 മാർക്കിന് മുകളിലുള്ള കുട്ടികൾ, അവിടെ റേഞ്ച് അപ്പർ ലിമിറ്റ് എത്രയാണെന്നുള്ളത് കൃത്യമാക്കുന്നില്ല. ഇത് ഓപ്പൺ എൻഡഡ് ക്ലാസ്സുകൾ എന്ന് ഇതിനറിയപ്പെടും. അതുപോലെ ക്ലാസ്സുകൾ അൺഈക്വൽ ആവാം. ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത് ഈക്വൽ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ 0 to 10, 10 to 20, 20 to 30 ഇതൊക്കെ ഈക്വൽ ആണ്, കാരണം ക്ലാസ് ഇന്റർവെൽ 10 ആണ്. എന്നാൽ അൺഈക്വൽ ആവുന്നത് 0 to 10, 10 to 20, 20 to 25 അവിടെ 5 വന്നുള്ളൂ. അതിന് തൊട്ട് മുന്നേ ഉള്ള 2 ക്ലാസ്സുകളിൽ 10 വന്നു. ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും കാണാൻ സാധിക്കും. അതിനെ അൺഈക്വൽ ക്ലാസ്സുകൾ എന്നാണ് പറയുക. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞത് ഓർഗനൈസേഷൻ ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റകളെ എങ്ങനെയൊക്കെയാണ് ക്രമീകരിക്കുന്നത്, എന്തിനാണ് അത് ക്രമീകരിക്കുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് സിഗ്നിഫിക്കൻസിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് അത് എങ്ങനെയാണ് ക്രമീകരിക്കുന്നത്, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തത്.
അത്തരത്തിലുള്ള വർഗീകരണങ്ങൾ, ക്ലാസിഫിക്കേഷൻസ്, ഓർഗനൈസേഷൻസ്, ഇത് നമ്മൾക്ക് ഇനി തുടർന്നുള്ള ചാപ്റ്ററുകളിലെ പഠനത്തിന് വളരെയധികം ഉപകാരപ്രദമാണ്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് എടുത്ത് അതിലെ ഭാഗങ്ങൾ പരിശോധിച്ച് നോട്ടിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം എഴുതി പൂർത്തിയാക്കി വെക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.